നമ്മളിന്ന് രാവിലെ കാണുന്ന ഒരു ഷോ ഉണ്ട്, ഞാൻ അതിന് ഷോ തന്നെ പറയും കേട്ടോ. ഈ മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി, അദ്ദേഹം കളക്ടറുടെ മുറിക്ക് പുറത്തു വന്നിട്ട് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കണം എന്ന് പറയുകയാണ്. ഒരാൾക്കാണ് നിപ ബാധിച്ചിരിക്കുന്നത്, അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടേക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടാണ്, ബേപ്പൂരാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇനി ഇങ്ങനെ ഒരു പ്രദേശത്ത് ഈ പ്രശ്നം ബാധിത പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഒരാളുടെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വിളിക്കാനാവുന്നതാണ്. അവിടേക്ക് വിളിക്കേണ്ട എന്ന് കളക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ വിസ്തീർണമായിട്ട് വരുന്നത് കണ്ടെയ്ൻമെന്റ് സോണില്ല, അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് പ്രവേശനം വേണമെന്ന രൂപത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുക? അപ്പോൾ ഈ ശ്രദ്ധയാകർഷിക്കാൻ മുൻകാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള ഇത്തരം ഗിമ്മിക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരിക എന്നുള്ള. നിപ രോഗബാധ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്കേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി പടരാതിരിക്കട്ടെ. അതിനുവേണ്ട പ്രതിരോധ നടപടികൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വിമർശിക്കാം. അതിൽ വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത് വളരെ മോശമാണ് എന്ന് എനിക്കാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്ത് ചെയ്യാനാ സ്മൃതി? വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് CPM-ഉം അതുപോലെ മരുമോൻ റിയാസും. മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ മരുമോനായതുകൊണ്ട് മാത്രം, ആ കൺസിഡറേഷനിൽ മന്ത്രി ആയതുകൊണ്ടും ഇപ്പോഴും ആ മരുമോൻ സ്ഥാനത്ത് തുടരുന്നത് കൊണ്ടും മാത്രമാണ് സഖാക്കൾ കൈകാര്യം ചെയ്യാതെ വിടുന്നത്. അതല്ലെങ്കിൽ പണ്ടപ്പോ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിച്ചേനെ ഈ വ്യക്തിയെ ആര്? സഖാക്കൾ തന്നെ. അപ്പോ പാർട്ടി ഒരു ഭാഗത്ത് തോറ്റു തുന്നം പാറി മൂലക്കിരിക്കുക. നമ്മൾ പുറത്ത് കേൾക്കുന്നതിലും വലിയ കരച്ചിലുകൾ പാർട്ടി മീറ്റിങ്ങുകൾ, പാർട്ടി കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തെറിവിളികളും നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു ഭാഗത്താണെങ്കിലോ, മറ്റൊരു ഭാഗത്തിൽ ഭാര്യ ഏത് നിമിഷവും അകത്തേക്ക് പോവുകയാണ്, അഴിയെണ്ണേണ്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ ബുധനാഴ്ച വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട്, ബുധനാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് പറയുമ്പോൾ അന്ന് പനിയാണെന്ന് പറഞ്ഞു. പിന്നെ അന്ന് വല്ലാത്ത വയറ്റുനോക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ ബുധനാഴ്ച എന്ത് പറയും? വല്ലാത്തൊരു വെപ്രാളത്തിലാണ് മുഹമ്മദ് റിയാസൊക്കെ ഉള്ളത്. പിന്നെ പോരാത്തതിന് കഴിഞ്ഞ കാലത്തെ കൊള്ളകളും അഴിമതികളും ഓരോന്നായിട്ട് പുറത്തേക്ക് വരാൻ പോവുക. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ പാടെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വല്ലാത്തൊരു വിമ്മിഷ്ട ഉള്ളിൻ്റെ ഉള്ളില്. ഒരുമാതിരി ഇങ്ങനെ ഇരുന്നിട്ട് ഇരിപ്പ് പൊട്ടുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. ഇരിക്കുമ്പോൾ തോന്നും എഴുന്നേൽക്കണം, എഴുന്നേൽക്കുമ്പോൾ തോന്നും ഇരിക്കണം, ഇരിക്കുമ്പോൾ തോന്നും കിടക്കണം, കിടക്കുമ്പോൾ തോന്നും ഒന്ന് പുറത്തേക്ക് പോകണം. ആകപ്പാടെ വല്ലാത്തൊരു വിഷമത്തിലാ. മനസ്സിലായില്ലേ? ഈ ഷോകളൊക്കെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും പൊതുസമൂഹം, ഈ സഖാക്കള് ഒരു ഭാഗത്ത് പാർട്ടി കമ്മിറ്റികളിൽ എന്താ പറയുന്നത്? പിണറായി വിജയന് MLA സ്ഥാനം രാജിവെക്കണം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം രാജിവെക്കണം. രണ്ട് കസേരയിലും ഇരിക്കാൻ വിജയൻ യോഗ്യനല്ല എന്ന് പാർട്ടി അണികൾ, പാർട്ടി കമ്മിറ്റികളിൽ പറയാ. ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല, പാർട്ടി കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെയും കോവിന്ദനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? മറ്റൊരാൾ പറയാണ്, കോവിന്ദനാണെങ്കിൽ ഈ പറയുന്ന പട്ടി കുരക്കും പോലെയാണ് കുരക്കുന്നത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്നാ പറയുന്നത്. ഇതൊക്കെ പാർട്ടി കമ്മിറ്റികൾ പറയുന്നതാ, സഖാക്കൾ പറയുന്ന കാര്യാ. മനസ്സിലായില്ലേ? അത് പാർട്ടി കമ്മിറ്റിയിൽ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ സഖാവിൻ്റെ റേഞ്ച് നോക്കണം. കാരണം അയാള് സോഷ്യൽ മീഡിയയിലൊന്നും പറയാതെ പാർട്ടിയിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ സഖാവിൻ്റെ റേഞ്ച് എന്തോളാ. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സഹിക്കാൻ കഴിയുന്നില്ല. ഇവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. ഇവിടെ കേരളത്തില് നിപ്പയുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു കണ്ടെയ്ൻമെന്റ് സോണും ഇല്ല, ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷനും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ വന്നിട്ട് കണ്ടെയ്ൻമെന്റ് സോണിൽ എനിക്ക് പോകണം. നീ പോയിക്കോ, അവിടെ ഏതാ കണ്ടെയ്ൻമെന്റ് സോണ്? ഇവന് ഏത് ലോകത്താ? ഈ പറയുന്ന PR വർക്കുകളെ കൊണ്ട് മറികടന്ന കഴിഞ്ഞ കാലത്തെ നിപ്പയും കഴിഞ്ഞ കാലത്തെ പ്രളയമൊക്കെ ഉണ്ട്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് 2026 ആ ജനം അടിച്ച് മൂലക്കിരുത്തി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇവരുടെ മുൻ 2 ആരോഗ്യമന്ത്രിമാര് 2 വീട്ടിലിരിക്കുക.
രണ്ടെണ്ണം വീട്ടിലിരിക്കുക. എന്തുകൊണ്ടാ നിങ്ങളൊന്ന് ആലോചിക്കുക. കെ ശൈലജ വീട്ടിലിരിക്കുക. ഏത് സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ വേണ്ടി പോയിട്ട് ശൈലജ വീട്ടിലും സണ്ണി വക്കീലും മന്ത്രിസഭയിലും. ഇനി ഇപ്പുറത്ത് മറ്റാളുണ്ട്, ഭൂലോക നാടകത്തിന്റെ ഉടമ വീണ ജോർജ് വീട്ടിലിരിക്കുക. എന്തുകൊണ്ടാ? ജനം അടിച്ച് വീട്ടിലിരുത്തി. സിറ്റിംഗ് സീറ്റില് 8 നിലയിൽ പരാജയപ്പെട്ടു. ശൈലജ മാത്രാണ് സിറ്റിംഗ് സീറ്റ് വിട്ടുമാറിയിട്ട് അപ്പുറം പോയി മത്സരിച്ചേ. അതും സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ കേരളത്തിൽ ആകെ കെൽപ്പുള്ള ഒരു വ്യക്തി. മൂലക്കിരുന്നു, ജനം അടിച്ച് മൂലക്കിരുത്തി. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ പറയുന്ന ഇവനൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? ഇവനെ മന്ത്രിയാക്കിയത് എന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദ് റിയാസ് മന്ത്രിയാവാനുണ്ടായ കാരണം എന്താ? മുഹമ്മദ് റിയാസ് വലിയ സീനിയോറിറ്റി ഉള്ളത് കൊണ്ടോ, ഒരു വലിയ വ്യക്തിപ്രഭാവം ഉള്ളതുകൊണ്ടോ, വലിയ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ടാണോ? മുഹമ്മദ് റിയാസ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എപ്പം മുതലാ? മുഹമ്മദ് റിയാസ് മരുമോനായത് മുതൽ. അപ്പം മരുമോനായപ്പോ പിണറായി വിജയന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മകൾക്ക് സ്റ്റാറ്റസിന് പോരെന്നുള്ളൊരു തോന്നല്. തൻ്റെ സ്റ്റാറ്റസ്, താൻ ആരാ? മുഖ്യമന്ത്രിയുടെ മകൾ. എന്നാ ഭർത്താവ് ഒരു എന്താ പറയേണ്ടത്, താഴേക്കടയിലുള്ള ഒരു കൃമികീടം. അത് പോരല്ലോ, തൻ്റെ സ്റ്റാറ്റസിനൊത്ത ഭർത്താവല്ല എന്ന് മകള് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാ പിടിച്ച് മന്ത്രിയാക്കുന്നത്. സ്റ്റാറ്റസ് ഒപ്പിക്കാൻ വേണ്ടി മന്ത്രിയാക്കിയതാ, അല്ലാതെ അതിനുള്ള യോഗ്യതയുണ്ടായിട്ടോ അല്ലെങ്കിൽ അതിന് പോന്ന ഒരാളായിട്ടോ അല്ല മന്ത്രിയായത്. മകളുടെ സ്റ്റാറ്റസ് ഒപ്പിക്കാൻ കേരളത്തിൻ്റെ മന്ത്രി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് കേരളത്തിൻ്റെ മന്ത്രി. അപ്പോൾ സ്റ്റാറ്റസ് ഒരു ഏകദേശം ലെവലായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഒപ്പിക്കാൻ വേണ്ടി മന്ത്രിയാക്കിയതാ. എന്നിട്ട് ഇപ്പം നാടകം ഇറക്കുകയാണ് മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ഇത്തരം ഗിമ്മിക്കുകൾ സഖാക്കൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കൃത്യമായിട്ട് നോർത്തിലെ MLA ജയന്ത് പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോൾ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നത്. സഖാക്കൾ മനസ്സിലാക്കേണ്ടത് വളരെ നിങ്ങളുടെ പിണറായി വിജയൻ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ക്യാബിനറ്റിലെ ആരോഗ്യമന്ത്രിമാരായിട്ടുള്ള 2 വ്യക്തികളും മൂലക്കിരിക്കുക. അതെന്തുകൊണ്ടെന്നാണെന്ന് സഖാക്കൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഏറ്റവും ഒടുവിലെ മന്ത്രിസഭയിലെ 14 മന്ത്രിമാരാണ് വീട്ടിലിരിക്കുന്നത്, ഒരു പണിയുമില്ല. എന്തേ കാരണം? അപ്പോൾ മുമ്പത്തെ ആരോഗ്യമന്ത്രിയും വീട്ടിലിരിക്കുക. അപ്പോൾ ഇതൊക്കെ സഖാക്കൾ ഈ പറയുന്ന ഷോ ഒക്കെ കാണിക്കുമ്പോൾ ഇത് ഈ സക്കറാത്തുൽ മൗത്തിലുള്ള ഒരു പണിയാണ്, ഒരു കളിയാണ്. സക്കറാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? സക്കറാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ആ മരണം ഇങ്ങനെ ലാസ്റ്റ് സെക്കൻഡിൽ ഞാൻ പോകുന്നു, കഴിഞ്ഞു. ആ മനുഷ്യൻ ആരൊക്കെ ഉറപ്പിച്ചാലും ഇല്ലെങ്കിലും മരിക്കാൻ പോകുന്ന വ്യക്തി അവൻ്റെ അവസാന നിമിഷത്തിൽ ആ മനുഷ്യന് ഉറപ്പിക്കും. എന്ത്? തീരാൻ പോവുകയാണ്, അവസാനിച്ചു, ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ആ ഘട്ടത്തിനെയാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ മരണം ആസന്നമായിട്ട് ലാസ്റ്റ് സെക്കൻഡ് ഉണ്ടല്ലോ, ആ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും 2 ലോകമാണ്. ഇത്രകാലം ജീവിച്ച ഒരു ലോകം ഇനി അടുത്തൊരു ലോകത്തേക്ക് പോവുക. ആ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ആ പോയിന്റിനെയാണ് നമ്മൾ സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ കാട്ടിക്കൂട്ടല്. ആ അവസാന സെക്കൻഡിൽ അതാണ് സ്മൃതി പറയുന്ന ഷോ എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്, മനസ്സിലായില്ലേ? സ്മൃതി ഈ പറയുന്ന ഷോകളൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ, അത് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മലയാളിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് 25 ലാസ്റ്റ് ഡിസംബറിൽ നടന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ 2025 ലാസ്റ്റിൽ നടന്ന, പറയുമ്പോൾ 2025 2026 ആണെങ്കിലും വളരെ തുച്ഛമായ ദിവസങ്ങളുടെ അകലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2025 തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സോഷ്യൽ മീഡിയയിൽ എന്തായിരുന്നു പ്രചരണം, കേരളത്തിലെ മാധ്യമങ്ങളിലെ വിഷയം എന്തായിരുന്നു. ഇനി 2026 ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തായിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ചകളും സർവേകളും വരെ എന്തായിരുന്നു. അപ്പോൾ ഇതൊന്നും കേരളത്തിലെ ജനം ഗൗനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ കേരളത്തിലെ ജനത്തിനൊരു പ്രത്യേകത എന്തറിയോ,
അവർ കാണുന്നതും അവർ കേൾക്കുന്നതും അത് കൃത്യമായി ഓരോ വ്യക്തിക്കും അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിശദീകരിക്കുന്നതിന് ഞാൻ പൊട്ടനാ. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയാണ്, എന്നെക്കാളും വിവരവും ബുദ്ധിയുള്ള ആളുകളാണ്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും. അവർക്കൊരാൾ വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അവർ കണ്ട കാര്യത്തെക്കുറിച്ച്, അവർ കേട്ട കാര്യത്തിനെക്കുറിച്ച് അവർക്ക് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അവിടെ ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുമ്പോൾ ജനം എല്ലാം വിലയിരുത്തുന്നുണ്ട്. അവർക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ UDF 102 എന്ന് പറയുന്ന വലിയ ഒരു തിളക്കമാർന്ന വിജയത്തിലേക്ക് പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ പോലും പ്രഖ്യാപിക്കാത്തിടത്ത് പോയിട്ട് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ പോയിരുന്നിട്ട് പറയാ എനിക്ക് കണ്ടെയ്ൻമെന്റ് സോൺ. ഇവൻ ആരാ? കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് സോൺ അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ് തിങ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടേക്ക് കടന്നു ചെല്ലാൻ മാത്രമുള്ള എന്ത് പ്രിവിലേജാ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനുള്ളത്? മുഹമ്മദ് റിയാസൊക്കെ കരുതുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ മന്ത്രി കസേരയിൽ ഇരിക്കുകയാണെന്നാ. താൻ ഇരിക്കുന്നത് ഇപ്പോഴും മന്ത്രി കസേരയിലാണ് എന്നുള്ള തോന്നൽ മുഹമ്മദ് റിയാസിൻ്റെ ഉള്ളിലുണ്ട് എന്നാ തോന്നുന്നു എനിക്ക്. അതൊന്നല്ല പ്രശ്നം. പ്രശ്നം എന്താ? വരുന്ന ബുധനാഴ്ച അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഭാര്യയാണ്. സംഭവം എന്തൊക്കെയാണെങ്കിലും ഭാര്യയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ആരാണെങ്കിലും ഒന്ന് പതറിപ്പോകൂലേ? എത്രയൊക്കെ വലിയ പോരാട്ട വീര്യം കണ്ടവനാണെങ്കിലും സ്വന്തം ഭാര്യയെ തൂക്കി പിടിച്ച് കൊണ്ടുപോയി അഴിക്കുള്ളിലിടുക എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു പതർച്ച വരും സ്വാഭാവികമായിട്ടും. അതിൻ്റെ വെപ്രാളമാണ് ഈ കാണിക്കുന്നത്. മരണവെപ്രാളം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെപ്രാളം മുഹമ്മദ് റിയാസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇപ്പോൾ റെയ്ഡ് നടന്നപ്പോൾ പാർട്ടിക്കാരൊക്കെ വിളിച്ച് ഇത് എന്നെ ഉണ്ടാക്കാനാണ്, ഇത് പാർട്ടിയെ ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് വിജയൻ ആളെ ഇറക്കിയെങ്കിലും കേസായപ്പോൾ രാജ്യദ്രോഹ കുറ്റമായി. ആ രാജ്യദ്രോഹ കുറ്റം വന്ന് ജാമ്യവും കിട്ടുന്നില്ല, അകത്ത് കിടക്കുകയാണ് കുറേ ക്രിമികീടങ്ങൾ. ഇപ്പം അതിൻ്റെ പേരിൽ എന്താ പ്രശ്നം? ഇനിയിപ്പോൾ ആരും ഇറങ്ങൂല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി ആണെങ്കിലോ ഇനി ആരും വിളിച്ചാൽ വരൂല എന്ന് കണ്ടിട്ട് മുൻകൂറായിട്ട് തന്നെ ഞങ്ങൾക്കതിൽ ബന്ധമൊന്നുമില്ല, അവർ നോക്കിക്കോളും എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയിരിക്കുക. അതിൻ്റെ വെപ്രാളമാണ് മുഹമ്മദ് റിയാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.